ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. ഇന്ന് നമുക്ക് പാലോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാലിന് പകരം ഓട്സും കശുവണ്ടിയും കൂടെ ചേർത്ത് മിക്സിയിലടിച്ച് അതേ ടെക്സ്ചറിലുള്ളൊരു സ്മൂത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ സ്മൂത്തിയിൽ പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരം ഡേറ്റ്സും ഞാലിപ്പൂവും പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓട്സും ചിയ സീഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലപോലെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്മൂത്തി ആയിരിക്കും ഇത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് ഫൈബർ, പ്രോട്ടീൻസ്, മിനറൽസ്, ഫോളേറ്റിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ്. വണ്ണം കുറയ്ക്കാൻ രാത്രി അത്താഴത്തിന് പകരം ഈ സ്മൂത്തി കുടിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കഴിക്കുമ്പം വേറെ ഒന്നും കഴിക്കരുത്. അല്ലാതെ ഇപ്പോൾ എൻ്റെ പോലെ 5 പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഇതും കൂടെ കുടിച്ചാൽ വണ്ണം ഒരു ഇത്തിരി പോലും കുറയത്തില്ല. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കണ്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോവാം. വാ. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഓട്സ് ആഡ് ചെയ്യുക. സാധാരണ കടയിൽ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല നമുക്ക് വേണ്ടത്. ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ റോൾഡ് ഓട്സ് തന്നെ നോക്കി വാങ്ങണം. കാരണം ഇതിൽ ഡയറ്ററി ഫൈബേഴ്സിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മിനിമം 20 മിനിറ്റെങ്കിലും കുതിർത്ത് വെക്കണം. നിങ്ങൾ ഗ്യാസോ അതല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓട്സ് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും മിനിമം കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഓട്സിലുള്ള ഫൈറ്റിക് ആസിഡ് കാരണം നമ്മളിത് കുക്ക് ചെയ്യാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വയറിന് പ്രശ്നം ഉണ്ടാകും. ഓട്സ് കൂടുതൽ നേരം വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഫൈറ്റിക് ആസിഡ് റിലീസായിട്ട് നമുക്ക് ഈ പ്രശ്നം ഏകദേശം സോൾവ് ആയി കിട്ടും. അതിനുശേഷം വേറൊരു ബൗളിലേക്ക് ഒരു 10 കശുവണ്ടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിർക്കാൻ വെക്കണം. കശുവണ്ടി നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാനിന്ന് ഓട്സ് 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഒരു അരിപ്പയിൽ അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുതിർത്ത കശുവണ്ടി ആഡ് ചെയ്യുക. ഒരു 3 ഈന്തപ്പഴം ചേർക്കണം. ഞാനിതിൻ്റെ കുരു കളഞ്ഞിട്ട് നേരിട്ട് ചേർക്കുവാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ മേടിക്കുന്ന ഈന്തപ്പഴം ഹാർഡായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കശുവണ്ടി കുതിർക്കുന്ന പോലെ തന്നെ കുറച്ച് നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഞാനിന്ന് എടുത്തിരിക്കുന്ന ഈന്തപ്പഴം നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് ഞാനത് കുതിർത്തിട്ടൊന്നുമില്ല. ഈ സ്മൂത്തിയിൽ പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ പഴവും ഈന്തപ്പഴവും ഒക്കെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ചേർക്കണം. ഫ്ലാക്സ് സീഡ്സിൻ്റെ ഗുണങ്ങൾ ഇന്നൊന്നും പറഞ്ഞാൽ തീരെയല്ല. ഇതിൽ ഫൈബർ, പ്രോട്ടീൻസ്, ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ വളരെയധികം ഉണ്ട്. ഞാൻ എൻ്റെ ചില കൂട്ടുകാർ ഈ ഫ്ലാക്സ് സീഡ്സ് വെറുതെ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഫ്ലാക്സ് സീഡ്സ് എപ്പോഴും പൊടിച്ചിട്ട് വേണം ഫുഡിലേക്ക് ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ദഹിക്കത്ത് പോലുമില്ല. നമ്മളെടുക്കുന്ന ഫ്ലാക്സ് സീഡ്സ് മിക്സിയിലടിക്കുന്നതുകൊണ്ട് അത് നന്നായിട്ട് അരഞ്ഞു പോയിക്കോളും. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിയ സീഡ്സും ചേർക്കണം. ഇതും ഞാൻ നേരത്തെ ഫ്ലാക്സ് സീഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഫൈബർ, പ്രോട്ടീൻസ്, ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്, സിങ്ക് മുതലായ എല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ്. ചിയ സീഡ്സ് സാധാരണ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിയ സീഡ്സ് പൊതുവെ വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളിതിട്ട സ്മൂത്തി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് നന്നായിട്ട് കുറയും. ഇതിലേക്ക് 1 ടീസ്പൂൺ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ചേർക്കണം. ഞാൻ ഹെർഷേസിൻ്റെ നാച്ചുറൽ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നമ്മളൊരിക്കലും ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഇതിനുപയോഗിക്കരുത്. ഡ്രിങ്കിങ് ചോക്ലേറ്റ് സാധാരണ എപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. അതായത് കാഡ്ബറീസിൻ്റെ ഉണ്ട്, ഹെർഷേസിൻ്റെ തന്നെ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഉണ്ട്. അതിനകത്തൊക്കെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മൾ കാണുമ്പം ആ നാച്ചുറൽ അൺസ്വീറ്റൻഡ് ആയിട്ട് കക്കോ പൗഡറും ഡ്രിങ്കിങ് ചോക്ലേറ്റും തമ്മിൽ തെറ്റിപ്പോകരുത്. ഇതിലേക്ക് 1 ഞാലിപ്പൂവും പഴവും കൂടി ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ മെറ്റാബോളിസം കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ പട്ട പൊടിച്ചതില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്താലും മതി. ഇതിലേക്ക് ഒരു 10 കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഒരു 3 കശുവണ്ടിയും ഒരു 3 കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് വെയിറ്റ് ലോസ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലുണ്ടാക്കി അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.